സ്വന്തം നേതാവിന്റെ ജീവരക്തം കൊടുക്കേണ്ടി വന്നപ്പോഴും അപ്പോ പറഞ്ഞ വാക്കുകളാണ്. പാർട്ടിയുടെ സാധാരണക്കാർ വികാരം കൊണ്ട് ചെയ്തതല്ല. മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് 2000-ലധികം സിഖുകാരെ, ഞാനന്ന് ഡൽഹിയിലാണ് നിയാസെ, ഉത്തർപ്രദേശിലാണ് നിയാസെ കൊന്നത്. ഏതാണ്ട് 10,000-ഓളം ആളുകളാണ് മറ്റു പ്രദേശത്ത് നിന്ന് കൊല ചെയ്യപ്പെട്ടതിലല്ല. അപ്പോഴെ നിങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞത് എന്താ? ഒരു വൻമരം വീഴുമ്പോൾ ഒരു ചെറിയ ഇലകളൊക്കെ നിൽക്കുന്ന മസാനമാണ്. ടൈറ്റ്ലറെ പോലുള്ള ആളുകളെ കോടതി ശിക്ഷിച്ചു. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളോ അല്ല. ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു പാർട്ടി ഇതുമാതിരിയില് ഒരു വംശഹത്യക്ക് എപ്പോഴെങ്കിലും വശംവദനായിട്ടുണ്ടോ? താങ്കൾ തുർക്കുമാൻ ഗേറ്റിനെ കുറിച്ചും കൂടി ഓർക്കുന്നത് നന്ന്. വർഗീയ ഭ്രാന്ത് മൂത്ത നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു നേതാവ് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി ബലാത്കരേണ വംശപരമ്പര അവർക്ക് സൃഷ്ടിക്കാനുള്ള കഴിവ് നശിപ്പിക്കാൻ അവരെ വന്ധ്യംകരണം ചെയ്തതും കോൺഗ്രസ് ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ജനാധിപത്യത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴെന്ന് ഞാൻ ചൂണ്ടിക്കാണും. പച്ചയ്ക്ക് അമ്പലനടയിൽ കെട്ടിത്തൂക്കി കത്തിക്കണം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു പ്രതിഷേധം നിങ്ങൾ എവിടെയെങ്കിലും ഉയർത്തിയോ? അത് ശരിയായില്ലെന്ന് പറഞ്ഞ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടോ? ഇത്രയും മതി എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. രാഷ്ട്രീയവും മതവും വേറെ വേറെ ആവണം, മതത്തിന്റെ ആളുകളെ പോകരുത്. ഞാൻ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നു നിയാസെ. എവിടെയൊക്കെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കൃത്യമായ ബോധ്യമൊക്കെ നമുക്കൊക്കെ ഉണ്ട്. ബലദേവ് സച്ചിദാനന്ദനോട് ഞാൻ സൂചിപ്പിക്കുന്നത്, സാർ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞു ദുർബലമായിരുന്നു BJP. ശരിയാണ് സാർ, 2 MLA മാരുണ്ടായിരുന്നു. അന്ന് ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറി ഏതെങ്കിലും മതമേധാധ്യക്ഷന്മാരെ തെറി വിളിക്കാൻ BJP ഉണ്ടായിരുന്നു? ഞങ്ങൾ ക്ഷമാപൂർവ്വം പ്രവർത്തിച്ചു മിസ്റ്റർ ബലദേവ്. ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചു. പലതരത്തിലുള്ള ജനങ്ങൾ സേവനങ്ങൾ നടത്തി. അവസാനം താങ്കൾ പറഞ്ഞു അത് അയോധ്യ ഉള്ളത് കൊണ്ടാണ് BJP ജയിക്കുന്നത് എന്ന്. താങ്കളെപ്പോലെ ഉള്ള ഒരു വക്കീലിന്റെ വായിൽ നിന്നും ഞാനത് കേൾക്കുമ്പോൾ, സാർ ഈ തർക്കത്തിൽ ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ എത്തും. തർക്കം ഉണ്ടായാൽ അങ്ങനെയാണല്ലോ. ഇന്നിപ്പോ ജനം TV എഴുതി കാണിക്കുന്നു, ഐകകണ്ഠ്യേനയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വിധി പറഞ്ഞത്. അതിന് ഒന്നും കൂടി ഞാൻ സച്ചിനോട് പറയും, എന്റെ നാട്ടുകാരൻ KK മുഹമ്മദ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിന്റെ തലപ്പത്തിരുന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടില തന്ത്രങ്ങൾ മുഴുവൻ പൊളിച്ച് എങ്ങനെയാണ് റോമിള താപ്പറും ബിപിൻ ചന്ദ്രയും പോലുള്ള ഉത്സിതമായ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ, കോൺഗ്രസ്സുകാർക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ ഭരിക്കുമ്പോൾ ഈ അധികാരങ്ങൾ സയൻസ് കോൺഗ്രസും ശാസ്ത്ര കോൺഗ്രസും ഒക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ബംഗാളിൽ നിന്നും വന്ന മാർക്സിസ്റ്റുകാർ കൈയടക്കിയിരുന്നു. എങ്ങനെയാണ് ആ നികൃഷ്ടർ ഈ രാജ്യത്ത് ഒരു വർഗീയ ലഹള ഉണ്ടാവാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് എന്റെ നാട്ടുകാരൻ ഇന്നും 5 നേരം നിസ്കരിക്കുന്ന KK മുഹമ്മദ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എക്സ്കവേഷനിലൂടെ ചരിത്രം, അക്കാദമിക് തലം, അവിടെ എക്സ്കവേഷൻ നടത്തി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ഇന്നും അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സമൂഹത്തെ മുഴുവൻ അവമതിക്കുന്നതിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി നിങ്ങൾ കളിച്ച കള്ളക്കളിയുടെ കൃത്യമായ ധാരണയായിരുന്നു മിസ്റ്റർ ബലദേവനോട് എനിക്ക് ചൂണ്ടിക്കാണി. പിന്നെ നിങ്ങൾ പറഞ്ഞു BJP ഉത്തരേന്ത്യൻ പാർട്ടിയാണ്. സാർ ഞാൻ ചോദിക്കട്ടെ, ദക്ഷിണേന്ത്യയിലെ ഓരോ പാർട്ടിയുടെയും MP മാരുടെ എണ്ണം സച്ചിനൊന്ന് എടുക്കും, ബലദേവ് സാർ ഒന്ന് എടുക്കുമോ? CPM-നേക്കാളും കോൺഗ്രസിനേക്കാളും ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ഇന്ന് ലോകസഭയിൽ MP മാരുള്ള പാർട്ടി BJP ആണ്. അമ്പലം അയോധ്യ വിഷയം കൊണ്ടായിരുന്നോ സച്ചിൻ ബലദേവ് സാറിനോടും നിയാസിനോടും ഞാൻ ചോദിക്കും, 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അയോധ്യ ആയിരുന്നില്ലല്ലോ വിഷയം. 5 സംസ്ഥാനങ്ങളിൽ സാർ അപ്പമായിരുന്നു വിഷയം, പട്ടിണിയായിരുന്നു വിഷയം. 81.5 കോടി ഭാരതീയർക്ക് കഴിഞ്ഞ 4 വർഷമായി ഒരു ഉറുപ്പിക പോലും പ്രതിഫലം വാങ്ങാതെ ഭക്ഷ്യധാന്യം വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രി കല്യാൺ അന്ന യോജന പദ്ധതി ഇനി 5 വർഷം കൂടി തുടരും. ഞങ്ങൾ പറഞ്ഞു, ഈ രാജ്യത്ത് വീടില്ലാത്ത 4 ലക്ഷം കുടുംബത്തിന് ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തതിനെ ദുർബലമായി കാണാൻ നമുക്ക് സാധിക്കുമോ? കുടിവെള്ളം കിട്ടാത്ത ലക്ഷക്കണക്കിന് വീടുകളില് ജൽജീവൻ മിഷനിലൂടെ കുടിവെള്ളം എത്തിച്ചത് നിസ്സാരമായി കാണാൻ കഴിയുമോ? കേരളം ഉൾപ്പെടെയുള്ള കർഷക സമൂഹത്തിന് പ്രധാനമന്ത്രിയുടെ കാർഷിക പരിപാടി 6000 രൂപ കിസാൻ സമ്മാൻ നിധി എത്തിച്ചു കൊടുക്കുന്നതിന് ദുർബലമായി കാണാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കൃത്യമായിട്ട് ഞാൻ താങ്കളുടെ മുമ്പാകെ എടുക്കുന്നു. ഫിനാൻഷ്യൽ ടൈംസ് പറഞ്ഞു, രാഷ്ട്ര വികസനത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ പകർച്ചവ്യാധിക്കുള്ള പോരാട്ടം വരെ, അടിസ്ഥാന സാക്ഷരത മുതൽ ലോകോത്തര നിലവാരമുള്ള സർവകലാശാലകൾ വരെ, വൻ സാമ്പത്തിക പദ്ധതികൾ മുതൽ ആരോഗ്യ ഇൻഷുറൻസുകൾ വരെ
ആധുനിക റോഡ്, റെയിൽ, വ്യോമ, ബഹിരാകാശ ഗതാഗത സൗകര്യങ്ങൾക്കൊപ്പം സാങ്കേതിക ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബായി ഉയർത്തുന്നത് വരെ നിങ്ങൾ ഈ പറയുന്ന അമ്പലവാസികളും ചാണകസംഖികളുമാണ്. നിയാസിനോടും ബൽദേവ് സാറിനോടും ഞാൻ പറയും, ചന്ദ്രയാൻ ദൗത്യത്തിലൂടെ ലോകം ഇന്നേ വരെ എത്തിച്ചേർന്നിട്ടില്ല. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് ഭാരതം ലാൻഡ് ചെയ്തത്, ചൊവ്വ പര്യവേഷണത്തില് ഭാരതം ലോകത്തിന് മാതൃകയാവുന്നത്, 2 ലക്ഷം ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകിയത്, ലോക ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ പാമ്പ് പിടുത്തക്കാരുടെയും കുരങ്ങ് കളിപ്പിക്കുന്നവരുടെയും നാടെന്ന് അധിക്ഷേപിച്ച നാട്, 2 ലക്ഷം ഗ്രാമങ്ങൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്കൊപ്പം ഭാരതത്തിലെ ലോകത്തിൽ നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ 40% ഇന്ത്യയിലാണ്. ഭാരതമാണ് സർ യുദ്ധരംഗത്ത്, പ്രത്യേകിച്ച് യമനിൽ യുദ്ധം നടന്നപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറകൾ വെച്ചുകൊണ്ടുള്ള ആദ്യത്തെ വിമാന ലാൻഡിംഗ് നടത്തി റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയത്. ഭാരതം ഇന്ന് വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ലോകത്തിന് പോലും അത്ഭുതകരമായി തുടരുകയാണ് സർ. ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, ഇന്ന് നമ്മുടെ മറിയക്കുട്ടി മുതൽ പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു. ഞങ്ങൾക്ക് വേണ്ടത് അപ്പമാണ്, ഞങ്ങൾക്ക് വേണ്ടത് കിടന്നുറങ്ങാൻ ഒരു കൂരയാണ്, ഞങ്ങൾക്ക് വേണ്ടത് കുടിവെള്ളമാണ്, ഞങ്ങൾക്കത് പാകം ചെയ്യാനുള്ള ഗ്യാസ് കണക്ഷനാണ്, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വൈദ്യം, വിജ്ഞാനം. 5 ലക്ഷം രൂപ വരെ 50 കോടി ആളുകൾക്ക് ആരോഗ്യ സുരക്ഷ നൽകുന്ന പദ്ധതി.